ഫ്രണ്ട്സ്, ഏവർക്കും ജിജിറ്റ് ഓഡിയോ ടെക്കിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് MOSFET Subwoofer Amplifierന്റെ പാർട്ട് 2 ആണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ റിവ്യൂ ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഈ പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ വയറിങ്ങും വർക്കിങ്ങും ആണ്. ഓക്കെ, നമ്മൾ നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. വയറിംഗ് ആൻഡ് വർക്കിംഗ് ഓഫ് MOSFET Subwoofer Amplifier. ഫ്രണ്ട്സ്, നമ്മുടെ സബ്വൂഫർ മോസ്ഫെറ്റ് ആംപ്ലിഫയറിന്റെ വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വയറിംഗ് ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതൊരു റെക്ടിഫയർ ആണ്, ബ്രിഡ്ജ് റെക്ടിഫയർ. ഡുവൽ സപ്ലൈ ആണ് ഇത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിന്റെ 27-0-27 ട്രാൻസ്ഫോമറാണ്. 2 ലെഗുകൾ, അതിന്റെ 27ന്റെ 2 ലെഗുകൾ എടുത്തിട്ട് അതിൽ AC ഇനിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട് എടുത്ത് കപ്പാസിറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട് ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ 0 വയർ നമ്മൾ നേരെ ഈ കപ്പാസിറ്ററിൻ്റെ ഡുവൽ പവർ സപ്ലൈ നമുക്ക് അറിയാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് കണക്ഷൻ. ഞാൻ നേരത്തെ ഇതൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡുവൽ പവർ സപ്ലൈ ആക്കി. ഇത് മൈനസ് ആണ്, ഡയറക്റ്റ് മൈനസിലേക്ക് ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. മൈനസ് ഇതാണ് മൈനസ്, ഇത് പ്ലസ്. ഓക്കെ, കണക്ഷൻ അവിടെ ഓക്കെ ആയി. ഇനി ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ബ്ലൂടൂത്ത് മോഡ്യൂളാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്കുള്ള ഇൻപുട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു ചാർജറിൽ നിന്നുള്ള സപ്ലൈ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുപോലെ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള സപ്ലൈ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ഒരു വോളിയം കൺട്രോൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യണം. ഫുൾ വോളിയം ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരു വോളിയം കൺട്രോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സ്പീക്കർ ഔട്ടാണ്. സ്പീക്കർ ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സബ്വൂഫറിലേക്കുള്ള വയറാണ്. ഇപ്പോൾ സബ്വൂഫറിലേക്കുള്ള വയർ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡൈൻറ്റിയുടെ സബ്വൂഫറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഡൈൻറ്റിയുടെ സബ്വൂഫറാണ് 8 ഇഞ്ചാണ്. അത് വാട്ടേജ് കുറവാണ്. അതുകൊണ്ട് ഞാൻ ലോ വോളിയം വെച്ചിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. കൂടുതൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സപ്ലൈ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ബ്ലൂടൂത്ത് മോഡ്യൂൾ ഞാൻ എൻ്റെ മറ്റൊരു ഫോണിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം പവർ സപ്ലൈ ഒന്ന് ഓൺ ചെയ്യാം. ഈ പവർ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് നോയ്സ് കേൾക്കാം. ഈ നോയ്സ് നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ വെച്ചാലേ നടക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ സർക്യൂട്ട്, ഡിലേ സർക്യൂട്ട് കൊടുത്തിട്ട് വേണം അത് ഒഴിവാക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഇതിൽ ഫിൽറ്റർ നമുക്ക് കുറച്ചുകൂടി നല്ല ഫിൽറ്ററുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഗ്രൗണ്ടിങ് ഒന്നുകൂടി പ്രോപ്പർ ആക്കാനുണ്ട്. ഇതിപ്പോൾ ചെക്കിങ്ങിന് വേണ്ടി വയറിങ് ചെയ്തതാണ്. നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ ഓഡിയോ നമ്മൾ വേറെ എക്സ്ട്രാ അഡീഷണൽ ഒരു ഓഡിയോ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ സബ്വൂഫറിന്റെ മാത്രം സൗണ്ടാണ് നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ കേട്ട് കാണാമല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല പഞ്ചുണ്ട്. ഞാൻ വളരെ കുറച്ച് വോളിയമാണ് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ വോളിയം എനിക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് പ്രോപ്പർ വാട്ടേജുള്ള ഒരു സ്പീക്കർ അല്ല, അത് ഒരു സബ്വൂഫർ അല്ല ഇത്. അപ്പോൾ ഇതിന് ഒരു 12 ഇഞ്ചിൻ്റെയൊക്കെ ഒരു അത്യാവശ്യം വാട്ടേജ് കൂടിയ സബ്വൂഫർ കൊടുത്താലാണ് ശരിക്കുള്ള വർക്കിംഗ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കുറഞ്ഞ വോളിയത്തിൽ ഞാൻ ചെക്ക് ചെയ്തെന്ന് മാത്രം. അത്യാവശ്യം നല്ല വർക്കിംഗ് ഉണ്ട്. ഹീറ്റ് കുറവാണ്. 8 ohm ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഹീറ്റ് കുറവാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം
4 ohmന്റെ സബ്വൂഫർ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവറായിട്ട് ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ബ്രിഡ്ജ്ഡ് ബോർഡാണ്. ബ്രിഡ്ജ്ഡ് ആംപ്ലിഫയർ ബോർഡിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഒരുപാടായിട്ട് വരും. നമുക്ക് 8 ohm ആണ് നോർമലി അത് അലൗഡ് ആയിട്ടുള്ളത്. പക്ഷെ 4 ohm കൊടുക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് നമ്മൾ ഹീറ്റ് സിങ്ക് കൂട്ടുക, അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് ഒരു കൂളിംഗ് ഫാൻ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രശ്നമുണ്ട്, ഹീറ്റ് നമുക്ക് കുറച്ചുകൊണ്ട് വരണം. അപ്പം മസ്റ്റായിട്ട് കൂളിംഗ് ഫാൻ കൊടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. 8 ohm ലോഡാണെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല, നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. അപ്പോൾ ഈ ഫോണിന്റെ ഉള്ളൊരു ഇത് റെക്കോർഡിംഗ് പരിമിതി വെച്ച് ബാസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒത്തിരി വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് നല്ല കുഴപ്പമില്ല, കേൾക്കാൻ നല്ല പഞ്ചുണ്ട് ഇതിൽ തന്നെ, കുറഞ്ഞ വോളിയത്തിൽ തന്നെ. അപ്പോൾ അത്യാവശ്യം നല്ല വോളിയം കൊടുത്തു കഴിഞ്ഞാൽ നല്ല പഞ്ചുണ്ടാവും. അപ്പോൾ നമ്മുടെ മോസ്ഫെറ്റ് സബ്വൂഫർ ആംപ്ലിഫയറിന്റെ പുറത്ത് വെച്ചുള്ളൊരു ടെസ്റ്റിംഗ് ആണ് ടെസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അതായത് ഒരു ഔട്ട്ഡോർ ടെസ്റ്റിങ്ങിന് നമ്മളെ വിത്ത് സ്റ്റീരിയോ ആംപ്ലിഫയർ കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഔട്ട് എടുത്തിട്ടാണ് ഞാൻ സ്റ്റീരിയോ ആംപ്ലിഫയറിന് പാരലായിട്ട് ഇതിലേക്കും കണക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊതുവെ അറിയാമല്ലോ, സബ്വൂഫറൊക്കെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ സ്റ്റീരിയോ സൗണ്ട് ഇല്ലെങ്കിൽ അത് നോർമലായിട്ട് വെറും സബ്വൂഫർ മാത്രമാണെങ്കിൽ നമുക്കൊരു സുഖം തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സബ്വൂഫർ പ്ലസ് സ്റ്റീരിയോ കൂടി ചേർത്തിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ നോക്കുന്നത്. അതായത് ഒരു 2.1 ടെസ്റ്റിംഗ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു MCB ബോക്സ്. ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ള ഒരു MCB ബോക്സ് ആണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓഡിയോക്സിന്റെ 10 ഇഞ്ച് സബ്വൂഫർ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. 8 ohm ആണിത്. അപ്പോൾ അതിലൊരു 200 വാട്ട് താഴെ 150 വാട്ട് ആ റേഞ്ചിലുള്ള ഒരു പവറാണ് ഇതിനകത്ത് വരിക. അപ്പോൾ ഇതിലെങ്ങനെ ഇത് സംഭവം വർക്ക് ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് എല്ലാവരും കാണുക. കാരണം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് കൂടുതൽ വ്യൂവേഴ്സ് ഒന്നും ഇല്ല. വളരെ കുറഞ്ഞ വ്യൂവേഴ്സ് എനിക്കുള്ളൂ താരതമ്യേന. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്.